Today we are going to study grammar. Okay, grammar. ആദ്യമായിട്ടല്ലേ grammar നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ എത്ര പേരുണ്ട് ഇവിടെ? ജൂലിയറ്റ് ഏത് സ്കൂളിൽ നിന്നായിരുന്നു? മദർ സ്കൂളിൽ നിന്നായിരുന്നില്ലേ? അതോ വ്യാസ? വ്യാസയൊന്നും അല്ലായിരുന്നു. മുന്നേ ഗ്രാമർ പഠിച്ച എത്ര പേരുണ്ട്? ഗ്രാമർ പഠിച്ച എത്ര പേരുണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളല്ലാതെ? ഓക്കെ, ഇത് നമ്മൾ തുടങ്ങാൻ പോകുന്ന ചെറിയ കാര്യമാണ്, സെന്റൻസ് ആണ്. സെന്റൻസ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. A sentence is a group of words that make complete sense. A sentence is a group of words that make complete sense. All of you take the page number 7. Take the page number 7. A sentence is a group of words that make complete sense. Underline that sentence. A sentence underline ചെയ്തേ. എത്ര പേർക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്? ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരൊന്ന് കൈപൊക്കിയേ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ വാങ്ങണേ മോനെ. ജോയലെ വാങ്ങിയിട്ടുണ്ടോ? ഓക്കെ, നോക്കാം. A sentence is a group of words that make complete sense. ലാസ്റ്റ് ക്ലാസ്സിൽ മിസ് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. സെന്റൻസ് പറഞ്ഞാൽ എന്താ? സെന്റൻസിൽ എന്താ കാണാൻ പറ്റുക? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അല്ലെ? ഒരു വേർഡ്സിന്റെ ഗ്രൂപ്പ് ആണ് എന്ത്? സെന്റൻസ്. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. മനസ്സിലായോ? അത് സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അത്രയും കാര്യം മനസ്സിലായോ? സെന്റൻസ് എന്താ? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. നമ്മൾക്കറിയാം. ആവണിന്റെ എക്സാമ്പിൾ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. എത്ര വേർഡ്സ് ഉണ്ട് അതില്? 3 വേർഡ്സ് ഇല്ലേ? സോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. എ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അത് മനസ്സിലായില്ലേ? സെന്റൻസ് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഇനി അതിന്റെ ബാക്കി നോക്കുക. ഡെഫിനിഷൻ നോക്കുക. എല്ലാവരും എന്നെ നോക്കണ്ട, ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ദാറ്റ് മേക്ക് കംപ്ലീറ്റ് സെൻസ്. ദാറ്റ് മേക്ക് കംപ്ലീറ്റ് സെൻസ് എന്ന് വെച്ചാൽ എന്താ? സെന്റൻസ് എന്തായിരിക്കണം? കൃത്യമായ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് തരുന്നതായിരിക്കണം അല്ലെ? ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ത് തരണം? വായിക്കുന്ന ആൾക്ക് എന്ത് തരണം? കംപ്ലീറ്റ് സെൻസ്, കംപ്ലീറ്റ് മീനിങ് കൺവേ ചെയ്യാൻ പറ്റണം അല്ലെ? ദെൻ എക്സാമ്പിൾ നോക്ക് അവിടെ കൊടുത്തത്. എ ജിറാഫ് ഈസ് എ ടോൾ ആനിമൽ. എ ജിറാഫ് ഈസ് എ ടോൾ ആനിമൽ. വേർഡ്സ് ഇല്ല അതിൽ. എത്ര വേർഡ്സ് ഉണ്ട്? എ ജിറാഫ് ഈസ് എ ടോൾ ആനിമൽ. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആൻഡ് ഇറ്റ് കൺവേസ് എ ഫുൾ മീനിങ് അല്ലെ? നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുന്നില്ലേ? എ ജിറാഫ് ഈസ് എ ഫുൾ മീനിങ് എന്ന് പറയുന്ന സെന്റൻസിൽ നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് കിട്ടുന്നില്ലേ? ഇല്ലേ? അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നില്ലേ? എ ജിറാഫ് ഈസ് എ ആനിമൽ ടോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മീനിങ് കിട്ടുവോ? ഇല്ലല്ലോ. പക്ഷേ എ ജിറാഫ് ഈസ് എ ടോൾ ആനിമൽ എന്ന് പറയുന്ന സമയത്ത് കൃത്യമായ ഒരു മീനിങ് നമ്മൾക്ക് കൺവേ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ സെന്റൻസ് പറഞ്ഞ എന്താണ്? എ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്ക് കംപ്ലീറ്റ് സെൻസ്. ആ ഡെഫിനിഷൻ മനസ്സിലായോ? മനസ്സിലായോ? സേ യെസ് ഓർ നോ. A sentence is a group of words that make complete sense. പഠിച്ചു വെച്ചോ? ഡെഫിനിഷൻ അടക്കം പഠിച്ചു വെച്ചോ? A sentence is a group of words that make complete sense. മനസ്സിലായില്ലേ? Okay then. Next one നോക്കുക. A sentence always begins with a capital letter. As we know all, a sentence always begins with a capital letter. ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ? സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുക. എ ജിറാഫ് ഈസ് എ ടോൾ ആനിമൽ എന്നുള്ള സെന്റൻസിൽ എ എന്തായിരിക്കും? എ ഷുഡ് ബി ക്യാപിറ്റൽ അല്ലെ? കാരണം എന്താ? ഒരു സെന്റൻസ് ബിഗിൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്തെല്ലാം സ്റ്റാർട്ട് ചെയ്യാം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ആവണിന്റെ എ എന്തായിരിക്കും? എ ഷുഡ് ബി ക്യാപിറ്റൽ അല്ലേ? അല്ലേ? ഏതൊരു സെന്റൻസ് തുടങ്ങുമ്പോഴും സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. അത് അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയില്ലേ ഇത്? ഇല്ലേ? The starting letter should be capital. ഒരു സെന്റൻസിലെ ക്യാപിറ്റൽ ലെറ്റർ എന്തായിരിക്കും? സോറി, സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്തായിരിക്കും?
ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ, എ സെന്റൻസ് ഓൾവേസ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. അതേപോലെ തന്നെ എൻഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഇടുക? നമ്മള് ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും ഇടുക അല്ലെ. എ ജിറാഫ് ഈസ് എ ടോൾ ആനിമൽ. ആനിമലിന്റെ ലാസ്റ്റ് എന്തുണ്ട്? ഒരു കുത്തുണ്ട്. അതെന്താണ്? ഫുൾ സ്റ്റോപ്പ് ആണ് അല്ലേ? ഇല്ലേ? നമ്മൾ എഴുതുന്ന സമയത്ത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ലാസ്റ്റ് എന്തിടും? ഫുൾ സ്റ്റോപ്പ് ഇടും. കഴിഞ്ഞു എന്നാണ് അതിന്റെ മീനിങ്. ഫുൾ സ്റ്റോപ്പ്. മനസ്സിലായോ? സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററിലേക്കും സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഒരു സെന്റൻസ് അവസാനിക്കുന്ന സമയത്ത് ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ മനസ്സിലായില്ല എല്ലാവർക്കും? സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു മീനിങ് കൺവേ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? എ സെന്റൻസ് ഓൾവേസ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഒരു സെന്റൻസ് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. നെക്സ്റ്റ് തേർഡ് വൺ, എ സെന്റൻസ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. സെന്റൻസ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫുൾ സ്റ്റോപ്പിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഈ 3 കാര്യങ്ങൾ മനസ്സിലായില്ലേ എല്ലാവർക്കും? സേ യെസ് ഓർ നോ. ഓക്കെ, then a sentence always begins with a capital letter and ends with a full stop, a question mark or an exclamation mark. അതുപോലെ തന്നെ ഒരു സെന്റൻസ് എഴുതുന്ന സമയത്ത് ഫുൾ സ്റ്റോപ്പിൽ മാത്രമായിരിക്കില്ല ആ സെന്റൻസ് അവസാനിക്കുക. ചില സന്ദർഭങ്ങളിൽ എന്തായിരിക്കും? സെന്റൻസിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. അതിന്റെ അർത്ഥം എന്താ? അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ, ഹു ക്ലോസ്ഡ് ദ ഡോർ? ഹു ക്ലോസ്ഡ് ദ ഡോർ? ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ഹു ക്ലോസ്ഡ് ദ ഡോർ? അത് ക്വസ്റ്റ്യൻ അല്ലേ? ആരാണ് ഈ വാതിൽ അടച്ചത്? ആരാണ് ഈ ഡോർ അടച്ചത്? ഹു ക്ലോസ്ഡ് ദ ഡോർ? അതെന്താണ്? ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആരോടോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ എന്താ ഫോളോ ചെയ്യാം? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് എന്തുണ്ടാകും? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. ഓക്കെ, ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. അതുപോലെ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എന്താ? പ്രസ്താവനയാണ് അല്ലെ? ഇപ്പൊ ആവണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞു. ജിറാഫ് ഈസ് എ ടോൾ ആനിമൽ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് നമ്മൾ പറയും. അതിലേക്കൊന്നും നമ്മളിപ്പോ പോണ്ട. സ്റ്റേറ്റ്മെന്റ് എന്തുണ്ടാകും? ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും. ഓക്കെ, ഒരു കാര്യം നമ്മൾ പറയുന്നില്ലേ? പാവണി സുന്ദരിയാണ്. എന്താ? അതൊരു പൂവാണ്, അതൊരു ഗാർഡൻ ആണ്, അവിടെ ഒരു മരം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അതൊക്കെ എന്താണ്? ഒരു പ്രസ്താവനയാണ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ലാസ്റ്റ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. അതുപോലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വാട്ട്സ് എ നെയിം, ഹൗ ആർ യു, വേർ ആർ യു ഫ്രം, ഇതിന്റെയൊക്കെ ലാസ്റ്റ് എന്താ? ഇതൊക്കെ ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റ് നമ്മൾ എന്താ ഇടുക? ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ഈ 2 കാര്യം മനസ്സിലായില്ല? ഇപ്പോ ഇന്ന് നമ്മൾ 4 കാര്യമാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ, സെന്റൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് തരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് എന്ത്? സെന്റൻസ്. സെക്കൻഡ് വൺ, സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും, അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലായിരിക്കും. സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് എന്തുണ്ടാകും? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. നെക്സ്റ്റ്, ഓർ ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ച് എന്താ? എക്സ്ക്ലമേഷൻ മാർക്ക് എന്താ? എപ്പോഴും നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക? സെല്ലക്കുട്ടി വാവനെ മാറ്റണേ. എക്സ്ക്ലമേഷൻ മാർക്ക് എപ്പോഴാണ് നമ്മൾ ഇടുക? പറഞ്ഞ ആർക്കാ പറയാൻ പറ്റുക? എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിലുനറിയോ? ആശ്ചര്യാണ് അല്ലെ? ആശ്ചര്യം എന്ന് കേട്ടിട്ടുണ്ടോ മലയാളത്തില്? അത് കേൾക്കാനും വഴിയില്ല. എക്സ്ക്ലമേഷൻ, ആശ്ചര്യം എന്ന് പറയാ. നമ്മുടെ സഡൻ ആയിട്ട് പെട്ടെന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന നമ്മുടെ ഫീലിങ്സ് ഇല്ലേ? ഇല്ലേ? അതായത് നമ്മുടെ ഗാർഡനിൽ നല്ലൊരു റോസ് കണ്ടു, നമ്മുടെ റോസാപ്പൂ കണ്ടു. അപ്പൊ അതിന്റെ സൗന്ദര്യത്തിൽ നമ്മൾ എങ്ങനെ പറയാ? വാട്ട് എ ബ്യൂട്ടിഫുൾ റോസ്, വാട്ട് എ ബ്യൂട്ടിഫുൾ റോസ്. നമ്മുടെ ആശ്ചര്യാണ് അല്ലേ? അതിന്റെ ലാസ്റ്റ് നമ്മൾ എന്തിടും? എക്സ്ക്ലമേഷൻ മാർക്ക് ഇടും. ഓക്കെ, എക്സ്ക്ലമേഷൻ മാർക്ക് എങ്ങനെയാണ്? ഇവിടെ കാണുന്നുണ്ട് അല്ലെ? ഒരു വരയും അടിയിൽ ഒരു കുത്തുമാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്ക് എന്താണ്? ഒരു വരയിട്ടിട്ട് അതിന്റെ അടിയിൽ കുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ടെക്സ്റ്റ് ബുക്കിലൊക്കെ? അതെന്താ? എക്സ്ക്ലമേഷൻ മാർക്കാണ്. നിങ്ങൾക്ക് വേഗം മനസ്സിലാവാനാണ് മിസ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടോ മുഹമ്മദ് ഫവാസ്? ഏതെങ്കിലും സെന്റൻസിന്റെ ലാസ്റ്റ് ഒരു വര ഇട്ടിട്ട് അതിന്റെ അടിയിൽ കുത്ത് കണ്ടിട്ടുണ്ടോ? ഫുൾ സ്റ്റോപ്പിന് പകരം
അത്തരത്തിലുള്ള സെന്റൻസ് എന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അത് നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കും ടൈപ്സ് ഓഫ് സെന്റൻസ്. ഇപ്പൊ അത് വേണ്ട. ഓക്കെ, അപ്പൊ സെന്റൻസ് ഓൾവേസ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. സ്റ്റാർട്ടിംഗിൽ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആണ്. എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിലാവാം, ക്വസ്റ്റ്യൻ മാർക്കിലാവാം, എക്സ്ക്ലമേഷൻ മാർക്കിലാവാം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായോ? ഓക്കെ, then say yes or no. എന്തേ മിണ്ടാത്തെ? മനസ്സിലായെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയേ. ജൊഹാന കിടക്കുകയാണ്. ജൊഹാന, okay, the next. Write Q for a question and S for statement. Punctuate each sentence correctly. Okay. Next work കണ്ടോ നിങ്ങൾ? E കണ്ടോ? Section E. Write Q for a question and S for a statement. Punctuate each sentence correctly. കണ്ടോ നിങ്ങൾ എല്ലാവരും? എഡ്വിൻ തോമസ് കണ്ടോ മോനെ? ഉറക്കം വരുന്നുണ്ടല്ലോ, രാവിലെ എഴുന്നേപ്പിച്ചല്ലേ അമ്മ? ഓക്കെ, നോക്കാം. സനക്കുട്ടി കേൾക്കുന്നുണ്ടോ? സന? ഓക്കെ, then Q for question. ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോട് കറക്റ്റ് ആയിട്ട് പങ്ക്ച്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്, സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്തിടും? സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നല്ലേ പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റിന് ഫുൾ സ്റ്റോപ്പ് ഇടുക. അതുപോലെ ക്വസ്റ്റ്യന് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. നിങ്ങൾ പറയണം ക്വസ്റ്റ്യൻ ആണോ ആൻസർ സ്റ്റേറ്റ്മെന്റ് ആണോ എന്നാണ്. ഫസ്റ്റ് വൺ, ഓഷ്യൻസ് ആർ വെരി ഡീപ്. Oceans are very deep. What is the meaning of that sentence? Oceans are very deep. എന്താ സെന്റൻസിന്റെ മീനിങ്? ആർക്ക് പറയാൻ പറ്റും? Oceans are very deep. Okay, അലൻ മാത്യുവിന് സെന്റൻസിന്റെ മീനിങ് പറയാൻ പറ്റും. ഓക്കെ, പറഞ്ഞ മോനെ. കടലുകൾ വളരെ ആഴത്തിലാണ്. വെരി ഗുഡ്. സമുദ്രങ്ങൾ എന്താണ്? വളരെ ആഴത്തിലാണ് അല്ലേ? ഓഷ്യൻസ് എന്താ? സമുദ്രങ്ങള്. ഡീപ് മീൻസ് വാട്ട്? ഡീപ്, DEEP, ഡീപ്, ആഴമാണ് അല്ലേ? ഡീപ്. ഓഷ്യൻസ് എന്താണ്? സമുദ്രം, ഓഷ്യൻസ്. മീനിങ് അറിയില്ലെങ്കിൽ അപ്പൊ തന്നെ എഴുതി വെക്കണേ. ഓഷ്യൻസ് മീൻസ് വാട്ട്? ഓഷ്യൻസ് എന്താ? സമുദ്രം, സമുദ്രങ്ങൾ, ഓഷ്യൻസ്. റിലുന് അറിയാമോ? Oceans are very deep. Deep, ആഴം. DEEP, deep, ആഴം. Oceans are very deep. സമുദ്രങ്ങൾ വളരെ ആഴത്തിലാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ആണോ ക്വസ്റ്റ്യൻ ആണോ? സ്റ്റേറ്റ്മെന്റ് ആണോ ക്വസ്റ്റ്യൻ ആണോ? അഗൈൻ അലൻ മാത്യു ആണ് ഇവിടെ. അതിന് മുന്നേ സഫക്കുട്ടി കൈ കാണിച്ചിട്ടുണ്ട്. മിസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ. പറഞ്ഞോ. സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? ആ, അപ്പൊ അവിടെ എസ് എഴുതുക. ഫസ്റ്റ് വൺ എന്താ എഴുതുക? എസ്. ഓഷ്യൻസ് ആർ വെരി ഡീപ്. ഓഷ്യൻസ് ആർ വെരി ഡീപ്. നമുക്ക് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ മിസ് പെട്ടെന്ന് ആദ്യം കൈ കാണിക്കുന്നവരെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഓഷ്യൻസ് ആർ വെരി ഡീപ്. എല്ലാരും മിസ് കാണുന്നുണ്ട് കേട്ടാ. ദാറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. അതെന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ജൂലിയറ്റ് എഴുതിയ മോളെ. ജൂലിയറ്റ് സ്റ്റാൻഡ് അപ്പ്. ജൂലിയറ്റ് സ്റ്റാൻഡ് അപ്പ്. Okay, then sit down. Next, second one. Do you like this poem? Second one എന്താണ്? Do you like this poem? Is it a statement or question? Question ആണോ സ്റ്റേറ്റ്മെന്റ് ആണോ? ഓക്കെ, ജോയിൽ പറഞ്ഞത് മിസ് കേട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ് അല്ലേ? Do you like this poem? നിനക്ക് ഈ പോയം ഇഷ്ടമാണോ? നിനക്ക് ഈ കവിത ഇഷ്ടമാണോ? Do you like this poem? It's a question. Then write Q. Second one എന്ത് എഴുതുക? Q എന്ന് എഴുതുക. First one statement ആണ്. Second one question. Do you like this poem? Oceans are very deep. It's a statement. Then do you like this poem?
നിനക്ക് ഈ പോയം ഇഷ്ടമാണോ? ക്വസ്റ്റ്യൻ ആണല്ലേ. തേർഡ് വൺ, the eyes are one of our sense organ. The eyes are one of our sense organs. What is the meaning of this sentence? ഷഹ്മക്ക് അറിയോ? സെന്റൻസിന്റെ മീനിങ് പറയാൻ പറ്റുമോ? ആർക്ക് പറയാൻ പറ്റും ഈ സെന്റൻസിന്റെ മീനിങ്? സഫക്കുട്ടിക്ക് പറയാൻ പറ്റും. പറഞ്ഞോ. കണ്ണുകൾ ഒരു സെൻസ് ഓർഗൻ ആണ്. ഓക്കെ. The eyes are one of our sense organs. ഐസ് എന്നാണ്, കണ്ണുകൾ എന്താണ്? ഒരു സെൻസ് ഓർഗൻ ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ. Is it a statement or question? Question ആണോ സ്റ്റേറ്റ്മെന്റ് ആണോ? സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? Then write yes. Third one, the eyes are one of our sense organs. Next one, fourth one, how do spiders make their webs? How do spiders means what? Spider enda? What do you mean by spider? ചിലന്തി. ചിലന്തി ആണല്ലേ? സഫക്യൂട്ടി മ്യൂട്ട് അല്ല അല്ലേ? Okay, then how do spiders make their webs? Webs means what? Web enda? ചിലന്തി വലയാണല്ലേ? വെബ് എന്താണ്? ചിലന്തി വല. സ്പൈഡർ എന്താ? ചിലന്തി. അറിയില്ലെങ്കിൽ മീനിങ് എഴുതി വെക്കണേ. How do spiders make their webs? എങ്ങനെയാണ് ചിലന്തി വല ഉണ്ടാക്കുന്നത്? Is it a question or statement? Question ആണോ സ്റ്റേറ്റ്മെന്റ് ആണോ? അവിടുന്ന് പറഞ്ഞോ, മിസ്സിന് കാണാം. നിങ്ങളുടെ വായി അനങ്ങുന്നത് കാണുമ്പോൾ മിസ്സിന് അറിയാം. How do spiders make their webs? എങ്ങനെയാണ് ചിലന്തി വല ഉണ്ടാക്കുന്നത്? Yes, it's a question. Question ആണല്ലേ? Then write Q. How do spiders make their webs? എങ്ങനെയാണ് ചിലന്തി വല ഉണ്ടാക്കുന്നത്? It's a question. നിദ ഫാത്തിമ എഴുതുന്ന മിസ് കാണുന്നില്ലല്ലോ. അമ്മയാണ് എഴുതുന്നത് അല്ലേ? How do spiders make their webs? Okay, then. Fifth one, Mukta loves to read comics. Mukta loves to read comics. Mukta loves to read comics. മുക്തയ്ക്ക് എന്ത് ഇഷ്ടമാണ്? കോമിക്സ് വായിക്കുന്നത് ഇഷ്ടമാണ്. Mukta loves to read comics. Is it a question or statement? Mukta loves to read comics. Statement ആണോ question ആണോ? ഫവാസെ ഒന്ന് നേരെ പറഞ്ഞു, മിസ്സിന് അനങ്ങുന്നത് കാണട്ടെ, വായി അനങ്ങുന്നത് കാണട്ടെ. സ്റ്റേറ്റ്മെന്റ് ആണോ ക്വസ്റ്റ്യൻ ആണോ? സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? Okay, then write S. Mukta loves to read comics. It's a statement. It's a statement. Next, sixth one. Why did Harjeet leave the school? Why did Harjeet leave the school? എന്തുകൊണ്ടാണ് ഹർഷീത് സ്കൂളിൽ നിന്നും പോയത്? ഇത് ക്വസ്റ്റ്യൻ ആണോ സ്റ്റേറ്റ്മെന്റ് ആണോ? ക്വസ്റ്റ്യൻ ആണല്ലേ? എന്തുകൊണ്ടാണ് ചോദിക്കുന്നില്ലേ? കാരണം ചോദിക്കുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഹർഷീത് സ്കൂളിൽ നിന്നും പോയത്? How did Harjeet leave the school? കഴിഞ്ഞില്ലേ? അത് എല്ലാവരും ചെയ്തു കഴിഞ്ഞില്ലേ? All of you finished? Say yes or no. Yes. മനസ്സിലായതല്ലേ ഈ കാര്യം? Take the next page. Page number 8. Page number 8. F. Write questions for this statement. അവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിന് എന്ത് വേണം? ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാല് അതിന്റെ ആൻസർ ആയിരിക്കണം അവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്.
അവിടെ കൊടുത്ത് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. Are you ready? Are you ready? Okay, then take your notebook. Take your notebook. Write questions for these statements. Question എഴുതാ മക്കളെ. First you have to write a question. Write questions for these statements. Write questions for these statements. Speed il ezhudane. Write questions for these statements. Write questions for these statements. ഷാഹിൽ ഷിയാബ് എഴുതുന്നില്ല മോനെ, സ്പീഡിൽ എഴുതിയേ. Write questions for this statement. റിലു എന്താ എഴുതാത്തത്? എഴുതുമോളെ, വേറെ എഴുത്. സന എഴുതുന്നില്ലേ? സന, ആർ യു സ്ലീപ്പിംഗ്? എഴുതുമോളെ, വേറെ എഴുത്. Write questions for this statements. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ത് വേണം? ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം അല്ലേ? എഴുതിയോ? Okay, first one. The first meal of the day is breakfast. The first meal of the day is breakfast. Right. Write the first one. ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക. Write questions for this statement എന്ന് എഴുതുക. Then you have to underline that. Then write the first one. The first meal of the day is breakfast. The first meal of the day is breakfast. Okay, are you finished? കഴിഞ്ഞോ മക്കളെ? ടോഷൻ എഴുതി കഴിഞ്ഞു. ബെനീറ്റ, did you finish? ജൂലിയറ്റ് എഴുതി കഴിഞ്ഞതാണോ ജൂലിയറ്റ്? പിന്നെന്താ പറയാനുണ്ടോ മിസ്സിനോട് എന്തെങ്കിലും? ഓക്കെ, ഇപ്പം പറഞ്ഞതൊന്ന് പറയാവോ? ഏത് മോളെ? ഈ ഫസ്റ്റത്തെ ഫസ്റ്റ് എഴുതാൻ നോട്ട്ബുക്കില് റൈറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ ദി സ്റ്റേറ്റ്മെന്റ് കണ്ടോ? പേജ് നമ്പർ 8 ഫസ്റ്റ് വൺ കണ്ടോ നിങ്ങള്? റൈറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ ദി സ്റ്റേറ്റ്മെന്റ് എഴുതുക. എഴുതിയോ? എഴുതിയില്ല ജൂലിയറ്റ്? അത് എഴുതി. അത് കഴിഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഈ ഒന്നാമത്തത് എഴുതുക. The first meal of the day is breakfast. എഴുതു മോളെ. The first meal of the day is breakfast. ഒരു ദിവസത്തെ ആദ്യത്തെ ആഹാരം എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ? The first meal of the day is breakfast. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആദ്യത്തെ ആഹാരം ഒരു ദിവസത്തെ. എഴുതിയോ? എന്താ അതിന്റെ ക്വസ്റ്റ്യൻ?
ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആദ്യത്തെ ആഹാരം എന്ന് പറയണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? എന്ത് ചോദിച്ചാലാ ആൻസർ കിട്ടുക? എങ്ങനെയാ ചോദിക്കുക? ആർക്ക് പറയാൻ പറ്റും? ആദ്യത്തെ ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് എങ്ങനെ അത് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചോദിക്കണം? വാട്ട് ഈസ് ദ ഫസ്റ്റ് മീൽ ഓഫ് ദ ഡേ അല്ലേ? വാട്ട് ഈസ് ദ ഫസ്റ്റ് മീൽ ഓഫ് ദ ഡേ? ഒരു ദിവസത്തെ ആദ്യത്തെ ആഹാരം എന്താണ്? ഫസ്റ്റ് മീൽ എന്താണെന്ന് ചോദിച്ചാലല്ലേ അത് ആൻസർ കിട്ടുക? The first meal of the day is breakfast. Then right? And the question? What is the first meal of the day? Right. Question mark idane. What is the first meal of the day? The answer is the first meal of the day is breakfast. What is the first meal of the day? നമ്മുടെ ടൈം കഴിയാറായിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. വേഗം എഴുതിക്കോ. What is the first meal of the day? What is the first meal of the day? The first meal of the day is breakfast. കഴിഞ്ഞോ എല്ലാവരും? ഇല്ല, കഴിഞ്ഞിട്ടില്ല. What is the first meal of the day? What is the first meal of the day? The first meal of the day is breakfast. എന്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കണേ. നല്ല മക്കളായിട്ട് നാളത്തേക്ക് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വരണം. What is the first meal of the day? What is the first meal of the day? The first meal of the day is breakfast. കഴിഞ്ഞോ ജൂലിയറ്റ്? മനസ്സിലായില്ലേ ഇപ്പൊ എഴുതിയത്? Okay then. Wind up ചെയ്താലോ ഇന്നത്തെ ക്ലാസ്? We will continue in the next class. Bye.